സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏത് ഗ്രഹമാണ് ഭൂമിയോട് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയോട് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ്. ശുക്രൻ. പഞ്ചനദികൾ എന്നറിയപ്പെടുന്ന ബിയാസ് നദി, സത്ലജ്, ജലം, ചെനാബ്, റവി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? പഞ്ചനദികൾ എന്ന് അറിയപ്പെടുന്നത് ഏതൊക്കെ നദികളാണ്? ബിയാസ്, സത്ലജ്, ജലം, ചെനാബ്, രവി എന്നീ നദികളാണ്. ഇത് ഏത് നദിയുടെ പോഷക നദികളാണ്? ഏത് നദിയുടെ പോഷക നദികളാണ്? സിന്ധു നദിയുടെ പോഷക നദികളാണ്. സിന്ധു നദി. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണ്? ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദിയാണ് ഷിയോനാഥ്. ഷിയോനാഥ് റിവറാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയുടെ രചയിതാവ് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയുടെ രചയിതാവ് CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ള. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് അറിയപ്പെടുന്നത് കീലിംഗ് കർവ് എന്നാണ്. കീലിംഗ് കർവ്. ഇടുക്കി ജില്ല രൂപം കൊണ്ട വർഷം. ഇടുക്കി ജില്ല രൂപം കൊണ്ട വർഷം 1972. ഇടുക്കി ജില്ല രൂപം കൊണ്ടത് 1972. JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത. JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. ആറന്മുള പൊന്നമ്മ. വിറ്റാമിൻ B1ന്റെ രാസനാമം. വിറ്റാമിൻ B1ന്റെ രാസനാമം തയമിനാണ്. തയമിൻ. വിറ്റാമിൻ B1. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. ഏത് വർഷമാണ് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? കേരളത്തിന്റെ ദേശീയോത്സവം ഓണമാണ്. ഓണം കേരളത്തിന്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1961. 1961. കേരളത്തിലെ ഇബ്സൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഇബ്സൻ എന്ന് അറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. N കൃഷ്ണപിള്ള. മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം. മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം സംഗീത നൈഷധം. സംഗീത നൈഷധം. പവിഴമല്ലി എന്ന ചലച്ചിത്രം ആരെ പറ്റിയുള്ളതാണ്? പവിഴമല്ലി എന്ന ചലച്ചിത്രം സുഗതകുമാരിയെ കുറിച്ചുള്ളതാണ്. സുഗതകുമാരി. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് മെഡുല ഓംബ്ലാങ്കേറ്റ. മെഡുല ഓംബ്ലാങ്കേറ്റ. ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും മുകളിലുള്ളത് ഏതാണ്? ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും മുകളിലുള്ളത് എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയർ. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമായി സ്വീകരിച്ച സംഘടന. നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയാണ്. യോഗക്ഷേമ സഭ. വയനാട്ടിലേക്കുള്ള കുടിയേറ്റം ആധാരമാക്കി SK പൊറ്റക്കാട് രചിച്ച നോവൽ. വയനാട്ടിലേക്കുള്ള കുടിയേറ്റം ആധാരമാക്കി SK പൊറ്റക്കാട് രചിച്ച നോവലാണ് വിഷകന്യക. നോവലിന്റെ പേര് വിഷകന്യക. ആരുടെ കൃതിയാണ്? SK പൊറ്റക്കാടിന്റെ നോവലാണ്. ആര് അന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങിയെന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്? VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോൻ അന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങി എന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്.
പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന ഗ്രന്ഥം രചിച്ചത്. ഗ്രന്ഥത്തിൻ്റെ പേര് പുരാണിക് എൻസൈക്ലോപീഡിയ. രചിച്ചത് വെട്ടം മാണിയാണ്. വെട്ടം മാണി. സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല. സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി താരമാരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി താരം സി ബാലകൃഷ്ണനാണ്. പർവ്വതാരോഹകനായ സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി താരം. സമ്പന്നമായ ഭൂമി എന്ന അർത്ഥത്തിൽ തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്ന പേര്. സമ്പന്നമായ ഭൂമി എന്ന അർത്ഥത്തിൽ തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്ന പേരാണ് വാഞ്ചി ഭൂമി. വാഞ്ചി ഭൂമി. മാൻഡിൽ, അകക്കാമ്പ് എന്നിവയുടെ അതിർവരമ്പ് അറിയപ്പെടുന്ന പേര്. മാൻഡിൽ, അകക്കാമ്പ് എന്നിവയുടെ അതിർവരമ്പ് അറിയപ്പെടുന്ന പേരാണ് ഗുട്ടൻബർഗ് വിഛിന്നത. ഗുട്ടൻബർഗ് വിഛിന്നത. സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്ന കൃതിയുടെ കർത്താവ്. കൃതിയുടെ പേര് സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു. കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗ്നർ ആണ്. ആൽഫ്രഡ് വേഗ്നർ. കേരളത്തിൽ ശാസ്ത്രീയമായ കൃഷിരീതികൾ നടപ്പിലാക്കിയ യൂറോപ്യന്മാർ. കേരളത്തിൽ ശാസ്ത്രീയമായ കൃഷിരീതികൾ നടപ്പിലാക്കിയ യൂറോപ്യന്മാരാണ് ഡച്ചുകാർ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങളാണ് ടെക്ടോണിക് ബലങ്ങൾ. ടെക്ടോണിക് ബലങ്ങൾ. 1939 മെയ് ദിനം എന്ന കവിത എഴുതിയതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചത് ആരാണ്? കവിതയുടെ പേര് മെയ് ദിനം. മെയ് ദിനം എന്ന കവിത എഴുതിയതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചത് ആർ സുഗതനാണ്. ആർ സുഗതൻ. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളായ കാലിബംഗൻ, രാഗി, ഗാർഹി എന്നിവ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്? സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളായ കാലിബംഗൻ, രാഗി, ഗാർഹി എന്നിവ സ്ഥിതി ചെയ്തിരുന്നത് ഗഗ്ഗർ നദീതീരത്താണ്. ഗഗ്ഗർ നദീതീരം. ഗംഗാജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കരാർ ഒപ്പുവെച്ച വർഷം. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ? ഏത് നദിയുടെ ജലവുമായിട്ട് പങ്കിടുന്നതുമായി ബന്ധപ്പെട്ടാണ്? ഗംഗാ ജലമാണ്. വർഷം 1996. 1996. ഇന്ത്യയിലെ നദികളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്റ്റയാണ്. ടീസ്റ്റ നദിയാണ് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി. കണ്ടാണിശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. കണ്ടാണിശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് കോവിലനാണ്. വി അയ്യപ്പൻ എന്ന കോവിലനാണ് കണ്ടാണിശ്ശേരിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത്. തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി. തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലം. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലം കണ്ടൽ കാടുകൾ. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ്. ജോസഫ് ബ്ലാക്ക്. ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ അറിയപ്പെടുന്നത് ഹരിതഗൃഹവാതകങ്ങൾ എന്നാണ്. ഹരിതഗൃഹവാതകങ്ങൾ. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാണ്? ഇന്ത്യയുടെ ഭൂവിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം ഏതാണ്? ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് 2013. 2013. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി. റാണി ഗൈഡിലിയുവിനെയാണ്. റാണി ഗൈഡിലിയുവിനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് 1 ടൺ ഡാഷിന് തുല്യമാണ്. ഒരു കാർബൺ ക്രെഡിറ്റ് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡ്.
മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാക്കണം? 18 വയസ്സാണ്. 18 വയസ്സ്. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രിതം അറിയപ്പെടുന്നത്, കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിശ്രിതം അറിയപ്പെടുന്നത് വാട്ടർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ മിശ്രിതം അറിയപ്പെടുന്നത് വാട്ടർ ഗ്യാസ്. കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയാണ് കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14 14. കേരള നിയമസഭയിലെ പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? 2. സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ് കേരള നിയമസഭയിലെ പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായി ബി കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥമേത്? വ്യാഴവട്ടസ്മരണകൾ. വ്യാഴവട്ടസ്മരണകൾ ആരുടെ കൃതിയാണ്? ബി കല്യാണി അമ്മയുടെ കൃതിയാണ്. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായിട്ട് ബി കല്യാണി അമ്മ രചിച്ച ഗ്രന്ഥമാണ് വ്യാഴവട്ടസ്മരണകൾ. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ അപ്സര. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ്. ചൊവ്വ, വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഏത് ഗ്രഹത്തിലാണ്? വ്യാഴത്തിലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത ശുചിത്വ പദവി കൈവരിച്ച മുനിസിപ്പാലിറ്റി വടകരയാണ്. കോഴിക്കോട് ജില്ലയിലെ വടകരയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത ശുചിത്വ പദവി കൈവരിച്ച മുനിസിപ്പാലിറ്റി. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഷൊർണൂറാണ്. ഷൊർണൂർ. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്ന നദി. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്നത് കബനി നദിയാണ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ് ആണ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹമാണ് ഫോബോസ്. ലിബു ലേക്ക് ചുരം ഏത് സംസ്ഥാനത്തിലാണ്? ലിബു ലേക്ക് ചുരം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഇന്തോനേഷ്യ. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറാനി ട്രോഫി ക്രിക്കറ്റ്. കേരളത്തിലെ ആദ്യ ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ AR മേനോനാണ്. ഡോക്ടർ AR മേനോൻ. കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം. കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാടാണ്. കുട്ടനാട്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി. കാർട്ടോഗ്രഫി എന്നത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ. കാസ്റ്റിക് സോഡയുടെ pH മൂല്യം എത്രയാണ്? കാസ്റ്റിക് സോഡയുടെ pH മൂല്യം 12. ഏത് ജില്ല വിഭജിച്ചാണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത്? ഏത് ജില്ല വിഭജിച്ചാണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത്? കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല വിഭജിച്ചിട്ടാണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലുള്ള ആകെ ഭാഷകളുടെ എണ്ണം എത്ര? ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിലുള്ള ആകെ ഭാഷകളുടെ എണ്ണം 22 വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. വനാഞ്ചൽ ജാർഖണ്ഡാണ്. ജാർഖണ്ഡാണ് വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണത്തിനെതിരെ പ്രയോഗിക്കപ്പെടുന്ന ബലം 1 ന്യൂട്ടൺ. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ
തറനിരപ്പിന് സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണത്തിനെതിരെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് 1 ന്യൂട്ടൺ. മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലം ഏതാണ്? മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലം സ്ഥിത വൈദ്യുത ബലം. സ്ഥിത വൈദ്യുത ബലം. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് കുർക്കുമിൻ. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി. കേരളത്തിലെ നൈൽ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ ആര്? ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകനാണ് സിറിൽ റാഡ്ക്ലിഫ്. സിറിൽ റാഡ്ക്ലിഫ്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക്. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ ഡാഷ് എന്ന് പറയുന്നു. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലം വ്യാപകമർദ്ദം. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം ഏതാണ്? വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തമാണ് സിൽവർ നൈട്രേറ്റ് ലൈനിങ്. സിൽവർ നൈട്രേറ്റ് ലൈനിങ്. കൃത്രിമ മാർഗത്തിലൂടെ ആദ്യം ജലം നിർമ്മിച്ചത് ജോസഫ് പ്രീസ്ലിയാണ്. ജോസഫ് പ്രീസ്ലി. വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം ഏത്? വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം പവിഴമാണ്. പവിഴം. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്ത്? വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്ന് അറിയപ്പെടുന്നത്. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികൾ. ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം ഏത്? ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം ലോണാർ തടാകമാണ്. ലോണാർ തടാകം. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. കൃഷ്ണ നദി. മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മുതുകുളം പ്രസംഗം നടത്തിയത് മനത്ത് പത്മനാഭനാണ്. മനത്ത് പത്മനാഭൻ. തോൽവിറകു സമരം നടന്ന ജില്ല? തോൽവിറകു സമരം കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറകു സമരം നടന്നത്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോസയാനിക് ആസിഡ് ആണ്. ഹൈഡ്രോസയാനിക് ആസിഡ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വന്യജീവി സങ്കേതം പെരിയാറാണ്. പെരിയാർ. ഭൂമിയുടെ പാലായന പ്രവേഗം? ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s ആണ്. 11.2 km/s. ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ റദ്ദ് ചെയ്ത വർഷം ഏതാണ്? ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ റദ്ദ് ചെയ്തത് 1911-ലാണ്. 1911. സില്ലി പോയിന്റ് ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സില്ലി പോയിന്റ് ക്രിക്കറ്റാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത്? വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം 1998-ലാണ്. 1998-ലാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 1998 മെയ് 17-ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മലപ്പുറത്ത് കുടുംബശ്രീ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ആരാണ്? അടൽ ബിഹാരി വാജ്പേയി. 1998 മെയ് 17-ന്. എവിടെയാണ്? മലപ്പുറത്ത്.
ആരുടെ പ്രശസ്തമായ ചിത്രമായിരുന്നു ഗ്രാമീണ ജീവിതം? ഗ്രാമീണ ജീവിതം എന്നത് അമൃത ഷെർഗിലിൻ്റെ ചിത്രമാണ്. അമൃത ഷെർഗിൽ. ഒരു പ്രത്യേക സ്ഥലത്തുള്ള ജന്തു വിഭാഗം അറിയപ്പെടുന്ന പേര്? ജന്തു വിഭാഗം ഫോണം. ഒരു പ്രത്യേക സ്ഥലത്തുള്ള ജന്തു വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ഫോണം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഗ്ലൂട്ടിയസ് മാക്സിമസ്. ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം ലക്ഷ്യം വെച്ചുള്ള കേരള സർക്കാർ പദ്ധതി? അമൃതം ആരോഗ്യം. പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നതുവരെ ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹമായിരുന്നു. സിംഹം. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം സോഡിയമാണ്. എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം? എല്ലുകളിലും പല്ലുകളിലും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ലോഹം കാൽഷ്യം. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു? ധാരാരേഖിതമാക്കൽ. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ ധാരാരേഖിതമാക്കൽ എന്ന് പറയുന്നു. അവസാനത്തെ ചോദ്യം, മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ ആണ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.